നമസ്കാരം സുഹൃത്തുക്കളെ. വയനാട്ടിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിലേറെ ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥ. പല വീടുകളിലും ആരുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ആൾക്കാർ. അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ, കണ്ണീരണിയിക്കുന്ന വാർത്തകളാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. ഇതിനിടയിൽ ഒരു പരനാറി ചെറ്റയുടെ ഒരു വാർത്ത ഞാൻ ഇന്ന് കണ്ടു. പാവം ഒരച്ഛൻ മകളെ കാണാനില്ല, കണ്ണീരോടെ നമ്മളോട് പറയാണ്, എൻ്റെ മോളെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്കോട് ഉപയോഗിക്കുന്നില്ല, അവൻ നിന്നിട്ട് ചിരിക്കുകയാണ്. റിനു ലവ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അവൻ്റെ ആ ഒരു യൂട്യൂബ്. ഞാൻ അവൻ്റെ യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ ഇപ്പൊ അവിടെ വീഡിയോസൊക്കെ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് അവൻ്റെതായിട്ടുള്ള കുറെ വീഡിയോസുകളുണ്ട്. അപ്പൊ അവന്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. നമുക്ക് തന്നെയാണ് ആ ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് അല്ലെ. നമ്മളിപ്പം പാലക്കാടായിരിക്കാം, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയായിരിക്കാം, തൃശ്ശൂരായിരിക്കാം, തിരുവനന്തപുരത്തായിരിക്കാം, മറ്റു പല ജില്ലകളിൽ കൂടെ ആണെങ്കിലും ശരി, നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം ലോകമാനമുള്ള ആളുകളെ എല്ലാം ഞെട്ടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോ. അതിനിടയിലാണ് ഇവൻ ഇങ്ങനെയുള്ള ഒരു ചിരി, അവൻ്റെതായിട്ടുള്ള പരിഹാസങ്ങൾ. ഇപ്പൊ ഈ റീനു എന്ന് പറഞ്ഞ ആള്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാ ആളുകളും നമ്മളുടേതായിട്ടുള്ളത് എന്താണോ, ഇതിപ്പോ 1 രൂപയാവാം, 2 രൂപയാവാം, അല്ലെങ്കിൽ 100 ലക്ഷങ്ങളാവാം, എത്രയാവാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കഴിയുന്നത് കണ്ണീരോട് കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാവാം. അവരെ കാണാതായ ആളുകളെ എത്രയും പെട്ടെന്നൊന്ന് എത്തിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്നവർക്ക് ഒരല്പമെങ്കിലും ജീവൻ ഉണ്ടാവണേ. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന അല്ലെ. അതിനിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിനു എന്ന് പറയുന്ന ആ ഒരു പരനാറി ചെറ്റ, തന്തയില്ല കഴിവെന്നൊക്കെ പറയാം എന്ന് തോന്നുന്നു, അവൻ ചെയ്ത പരിപാടിയാണ്. അവരെയൊക്കെ വീഡിയോ എടുത്തിട്ട് ചിരിക്കുക. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണും. സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലും. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ. ഈ പരനാറി ചെറ്റ നായക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഇവനെ എവിടെയാണോ എന്താണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ടോ അറിയില്ല. പക്ഷേ ഇവനെ എന്റെ കണ്ണിന്റെ മുൻപിലെങ്ങാനും കിട്ടിയ ഈ ചൂല് നിനക്കാണോ നായ എടുത്തു വെച്ചിട്ടുള്ളത്? നിന്നെ അറഞ്ചും പുറഞ്ഞും ഞങ്ങൾ കേരളത്തിലെ അമ്മമാരെ ഇല്ലാണ്ടാക്കും. നീ മനസ്സിലാക്കിക്കോ. നീ എന്താടാ കരുതിയത്? എടാ പുന്നാര മോനെ, നീ എന്തും വലിച്ചു കയറ്റിട്ടാടാ ആ വീഡിയോ ഇട്ടത്? കേരളം ഒന്നടങ്കം, അല്ലെങ്കിൽ ലോകം എല്ലായിടത്തും ഈ വയനാടൻ മക്കൾക്ക് വേണ്ടിയിട്ട്, നമുക്കാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കരുതിയിട്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുക. ഞാനൊക്കെ നമ്മൾ ടി വിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. മരണങ്ങളുടെ എണ്ണങ്ങളുടെ അറിയാനല്ല, മരണത്തിന്റെ എണ്ണം അറിയാനല്ല, അവിടെ ഉണ്ടായിരുന്നവർ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ, കുറച്ച് കൂടുതൽ ആൾക്കാർ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നടങ്കം ഇരിക്കുകയാണ്. അതിനിടയിലാണ് നിന്റെ ഈ അടിത്തരം. ഇത് വൈറലാവാൻ നോക്കിയതാണല്ലേടാ. വൈറലാവാൻ നോക്കിയതാണല്ലേ. പോയി ചത്തുടറമായ നിനക്കൊക്കെ, അല്ലെങ്കിൽ പോയി തീട്ടത്തിന്, അതായിരിക്കും നിനക്ക് കുറച്ചും കൂടെ നല്ലത്. ഇനി ഒരു പ്രധാന അധ്യാപകന്റെ വീഡിയോ ഉണ്ട്. നമ്മളിൽ പലരുടെയും കണ്ണ് നനയിച്ച, നമ്മളൊക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു സാറ് അവിടുത്തെ കുട്ടികളെ ഓർത്തിട്ട് വിഷമിക്കുന്നത്, ആ മനുഷ്യൻ ആ പിഞ്ചോമനകളെ ആലോചിച്ച് കരയുമ്പോ നീ പൊട്ടിച്ചിരിക്ക അല്ലടാ. നീ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണോടാ പരനാറി ചെറ്റെ? അതോ നീ കോഴിമുട്ട എന്തെങ്കിലും ഒരു അട വിരിയിച്ചുണ്ടായതാണോ? നിനക്കും ഇല്ലടാ തന്തയും തള്ളയും കുടുംബമൊന്നും. ആ വീഡിയോ നിങ്ങളൊന്ന് കാണൂ. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ പ്രതിഷേധം നിങ്ങൾക്കായിരിക്കും. മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല. കാരണം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ, അതുമതി. പ്രകൃതിയെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കള് അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. ആ പ്രധാന അധ്യാപകൻ തൻ്റെ മക്കളെ, സ്വന്തം പിഞ്ചോമനകളെ ആ സ്കൂളിന്റെ കളിമുറ്റത്ത് ഓടിച്ചാടി നടന്നിരുന്ന ആ കുട്ടികളെ ആലോചിച്ച് വിതുമ്പുന്ന, എടാ പുന്നാര
വല്ല കണ്ണി കണ്ട കൊതുകിനും പന്നിക്കൊക്കെ ഉണ്ടായത്, അല്ലാതെ മനുഷ്യന്റെ ഗണത്തിൽ നിന്നെ പെടുത്താൻ പറ്റില്ലടാ പരനാറി ചേറ്റ മോനെ. നിന്നെ മനുഷ്യന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ മലയാളികളാടാ. നീ മലയാളിയാണെന്ന് പറയാൻ എനിക്കിന്ന് നാണമാണ്. എനിക്കല്ല, ഞങ്ങൾ മലയാളികൾക്ക് നാണമാണടാ നിന്നെ മലയാളി എന്ന് പറയാൻ. ഞങ്ങൾക്ക് സങ്കടം വരുന്ന കൂട്ടത്തിലാ, ഞങ്ങൾ അലിവുള്ള കൂട്ടത്തില. ഞങ്ങൾ പണ്ട് പ്രളയം നടന്ന കാലത്തും കൊറോണ ഉണ്ടായിരുന്ന കാലത്തും ഈ വയനാട്ടിൽ പ്രശ്നം ഉണ്ടായ കാലത്തൊക്കെ ഞങ്ങൾ മലയാളികള് ഞങ്ങളുടെ മലയാളത്തെ കാണിച്ചിട്ടുള്ളവരാടാ. എടാ പന്ന ഡാഷ് മോനെ, നിന്നൊക്കെ ഉണ്ടാക്കിയ നേരം ചെങ്ങായി വല്ല ടിഷ്യൂലും കർച്ചീഫിലും തുടക്കരും നല്ലത്. എന്നാ അതൊന്നും ഞങ്ങൾ കാണേണ്ടി വരില്ലായിരുന്നോടാ പൊട്ടി. നീ എന്താടാ കരുതിയത്? ഒരു ജീവനും വിലയില്ല എന്നാണോ നീ കരുതിയത്? ഞങ്ങൾ അങ്ങനെയല്ല, നിന്റെ പോലെ അല്ല. നീ എന്തിനാ ഈ പരിപാടിയൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പബ്ലിസിറ്റി, ചീപ്പ് പബ്ലിസിറ്റി, അതുവഴി നിന്റെ ചാനലിൽ കിട്ടുന്ന ആ ഒരു റീച്ച്, അതുവഴി കിട്ടുന്ന റവന്യൂ തീട്ടം തിന്നടാ പൊട്ടിച്ചേറ്റ മറ്റേ മോനെ, തീട്ടം തിന്നോ. ഇതിലും നല്ല മാർഗം അതാ. നിന്നെ കുറിച്ച് ഞാൻ പലതും കേട്ടു. നീ പണ്ടെന്തോ പിന്നെ കല്യാണത്തിന്റെ പരിപാടിക്കൊക്കെ ആളെ നോക്കിയിട്ട് കല്യാണം നടത്താൻ നിന്ന ആളല്ലേ. നിന്നെ കുറിച്ച് പല വീഡിയോസുകളും ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. നീ എവിടെയാണെന്ന് ഞങ്ങൾ മലയാളികൾ അറിയേണ്ട താമസമുള്ളൂ. നിന്നെ അവിടെ വന്ന് വേണ്ട വിധം ചെയ്യും. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പണ്ടല്ല, ഒരു 3-4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആളൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാര്യ, അയാൾക്ക് ചെറിയൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് നിന്റെ ഭാര്യ പാല് കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോ അതിനിടയിൽ കുറെ മറ്റേ കഴിവരുന്ന് മറ്റേ ഡാഷ് മക്കള് കുറച്ച് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്മാർക്ക് ഓരോന്നായിട്ട് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. നിനക്കും കിട്ടും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് നിനക്ക് ട്ടാ. നീ പേടിക്കണ്ട. നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങൾക്ക് അപമാനം ഉണ്ടാക്കി ഞങ്ങളുടെ നാട്ടിൽ കഴിയാം. ഇതിപ്പോ ഞങ്ങളുടെ നാടാ. നീ മലയാളി അല്ലടാ, നീ കേരളത്തിലുള്ള ആളല്ല, നീ മലയാളി അല്ല. നീ ഈ ജന്മത്ത് നന്നാവില്ല. കാരണം ഈ ലോകമടക്കം ഞാൻ പറയട്ടെ, നമ്മുടെ മലയാളത്തിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഭാഷ പോലും അറിയാത്ത, അല്ലെങ്കിൽ മലയാളികൾ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാർ വരെ ഇവിടെ കാണുന്ന മൃതദേഹങ്ങളും അതുപോലെ തന്നെ. നീ ഒന്നും മനസ്സിലാക്കണം ഒറ്റ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ മലവെള്ളപ്പാച്ചിൽ ഒഴുകി പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരാളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞാണ് ഒരു വീട്ടിൽ ബാക്കിയുള്ളത്. നീ എന്താ വിചാരിച്ചത്? വീട്ടിലിങ്ങനെ അച്ഛനിങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ഇരുന്ന് നക്കി തിന്ന് ജീവിക്കുന്ന നീ എന്ത് അടി മോനെ, നീ എന്താടാ വിചാരിച്ചത്? ആ പാവങ്ങളുടെ കണ്ണീരിന് വിലയുണ്ട്, അത് നീ മനസ്സിലാക്കിക്കോ. പിന്നെ പാവം അർജുൻ ഇന്ന് ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഒരുപാട് ദിവസങ്ങൾ നമ്മൾ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചു, അന്വേഷിച്ചു. ലാസ്റ്റ് ഇപ്പോ ഈ ഒരു ദുരന്തം കൂടി ആയപ്പോ നമുക്ക് അർജുനെ ഞങ്ങൾ ആരും മറന്നിട്ടല്ല, അതിലും വലിയൊരു ദുരന്തം ഇപ്പുറത്തുണ്ടായപ്പോ ഒരുപാട് സങ്കടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൂടെ നടന്നു പോകുന്ന സിറ്റുവേഷൻ ഇപ്പുറത്തുണ്ടായപ്പോ നമ്മുടെ ശ്രദ്ധ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പാളി, അത്രയേ ഉള്ളൂ. ഞങ്ങൾ അർജുനെ മറന്നിട്ടില്ല. ആ അർജുനെ വെച്ച് നീ എന്ത് വീഡിയോ ഇടണം? നിന്റെ ഈ പന്ന യൂട്യൂബ് മോനെ, നീ എന്താ ചെയ്തത്? ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കോ. ഹലോ ഗൈസ്, ഉരുൾപൊട്ടൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചവർ കമന്റ് ചെയ്യും. അപ്പിട എങ്ങനെയുണ്ട് ഇവന്റെ കാര്യം? ആ പാവം അല്ലേ? ആ പാവത്തിനെ ഇപ്പോഴും പട്ടിണി പൂമോനെ, ആ പാവത്തിനെ ഇപ്പോഴും അതിന്റെ വീട്ടുകാര് കാത്തിരിക്കുക. ഒരു ചെറിയ കുഞ്ഞ്, അച്ഛൻ, അതുപോലെ തന്നെ ഭാര്യ, ആ കുടുംബം ആ പാവത്തിനെ കാത്തിരിക്കുമ്പോ നീ ആ പാവത്തിന്റെ തലയിൽ അപ്പിയിട്ടിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കി. പിന്നെ പൂമോനെ, നിന്നെ പറയാൻ പറ്റുന്ന ഡയലോഗ് ഞാനിവിടെ പറഞ്ഞാല് അത് ശരിയാവില്ലെന്ന് കരുതി മാത്രമാണ് നിനക്കെതിരെ തിരിയാത്തത് ഞാൻ. നീ എന്റെ മുന്നിലോട്ട് പാടാം, നിനക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ? വെട്ടിനിടുക, നയപീനി നീ നിരിയരുത്. പിന്നെ ഒന്നുകൂടി നിങ്ങളോടായിട്ട് പറയണത്, ഇവന്റെ ഈ വിത്ത് ഇതിനാൽ അവസാനിക്കണം. ഇവന്റെ എന്തൊക്കെ കടപുഴക്കി ഒഴുക്കി കളയാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ കടപുഴക്കി ഒഴുക്കി കളയണം. ഇവന്റെ ഒരു വിത്തിന് ഉണ്ടാവാൻ പാടില്ല. കാരണം അത് ഇതിലും വലിയ വിഷവിത്തായിരിക്കും. നമ്മൾ തന്നെ വേണ്ടത്, ഒരു നിയമം കോടതിയൊന്നും വേണ്ട, നമ്മൾ തന്നെ വേണം ഇവനെയൊക്കെ തീർക്കാൻ. ഞങ്ങൾക്ക് ഇങ്ങനെയേ പ്രതികരിക്കാൻ കഴിയോ? ഇത് 10 ആളുടെ അടുത്ത് എത്തിയിട്ട് നിന്റെ ചുക്കാമണി വെട്ടിക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്തു തരാടാ. നീ എന്താടാ കരുതിയത്?
പ്രേക്ഷകരെ, ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും ഇവനെ കയ്യിൽ കിട്ടുവോളം ഷെയർ ചെയ്യണം. എന്നിട്ട് ഇവനെ പിടിച്ച് വേണ്ട വിധത്തിൽ കൊടുക്കണം പണി. കാരണം അത്രയും എനിക്കിത്ര രോഷം കൊള്ളണമെങ്കിൽ ആ പാവങ്ങൾക്ക് എത്ര വേദനിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് എത്ര രോഷം ഉണ്ടായിരിക്കും. അതിപ്പോ അർജുന്റെ വീട്ടില് ഈ വീഡിയോ കണ്ടിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? വയനാട് മക്കളുടെ കയ്യിൽ ഈ വീഡിയോ കിട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്യണം.